മദ്യനയത്തിലെ ഇളവിനായി പണം നൽകിയെന്ന ആരോപണം നിഷേധിച്ച് ഇടുക്കി അണക്കര സ്പൈസ് ഗ്രോ ബാർ ഉടമ അരവിന്ദൻ. പണം നൽകുന്നതിന് ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല. ശബ്ദ സന്ദേശത്തെക്കുറിച്ച് അറിയില്ല. ബാറിന്റെ പേര് പരാമർശിച്ചതിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും അരവിന്ദൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇന്നിപ്പോ ഈ ഒരു ഓഡിയോ സന്ദേശവുമായിട്ട് ഈ ബാറുമായി ബന്ധപ്പെട്ട് പണം വാങ്ങി എന്നുള്ള രീതിയിൽ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതിനകത്ത് താങ്കളുടെ ഹോട്ടലുമായി ബന്ധപ്പെട്ട് പേര് പരാമർശിക്കുന്നുണ്ട്. സ്പൈസ് ഗ്രോ 2.5 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ പണം നൽകിയിട്ടുണ്ടോ? ഇല്ല നമ്മൾ കൊടുത്തിട്ടില്ല. ഇല്ല. അപ്പൊ ഈ ഓഡിയോ സന്ദേശത്തെ സംബന്ധിച്ച് എന്തെങ്കിലും അറിയുമോ? അറിയത്തില്ല എന്താണെന്ന് അറിയത്തില്ല. ഞാൻ കുറച്ചു മുമ്പ് അറിഞ്ഞത്. അറിയില്ല. നമ്മൾ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു നിർദ്ദേശം എന്തെങ്കിലും വന്നിരുന്നോ? ഇല്ല നമുക്ക് അങ്ങനെ നിർദ്ദേശമൊന്നും വന്നിട്ടില്ലായിരുന്നു. കൊടുത്തിട്ടില്ല. ഈ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇടുക്കിയിലെ? ഇല്ല, നമുക്ക് അതിനുള്ള നിർദ്ദേശങ്ങളൊന്നും ഒരിടത്തുനിന്നും കിട്ടിയിട്ടില്ല. നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ. അതെ. അപ്പൊ ഇങ്ങനെ പേര് പരാമർശിച്ചത് കൊണ്ട് മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് പോകുന്നുണ്ടോ? അത് ചോദിക്കണം. ബാക്കി പാർട്ട്നേഴ്സുമായിട്ട് ആലോചിച്ചിട്ട് ചോദിക്കാം. ഞാൻ അതിന്റെ ന്യൂസ് ഉണ്ടെന്ന് തന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞോളൂ. ഞാൻ ഡെങ്കുപ്പനിയായിട്ട് കിടപ്പാം. സന്ദീപ് രാജക്കാട് വിശദാംശങ്ങളുമായി. സന്ദീപ്, ഒരാൾ പറയുന്നു പണം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു, പണം നൽകിയെന്ന് പറയുന്നയാൾ പണം നൽകിയിട്ടില്ല എന്ന് പറയുന്നു. എന്താണ് സംഭവിക്കുന്നത്? കുമാർ, തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു മറുപടി പറയുക മാത്രമാണ് ചെയ്യാൻ കഴിയുക എന്നാണ് നമുക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ബാർ ഉടമകളോ ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അസോസിയേഷനോ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. നിഷേധിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഈ സ്പൈസ് ഗ്രോ ബാറിന്റെ ഉടമകളിൽ ഒരാളായിട്ടുള്ള അരവിന്ദനും ഇത് നിഷേധിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നത് 2.5 ലക്ഷം രൂപ നൽകിയിട്ടില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. എന്നാൽ ഓഡിയോ സന്ദേശത്തിൽ കൃത്യമായി ബാറിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ 2.5 ലക്ഷം രൂപ ഇടുക്കി ജില്ലയിൽ നിന്ന് നൽകിയിരിക്കുന്ന ഏക ഹോട്ടൽ ഇത് മാത്രമാണ് എന്ന് പരാമർശിക്കുന്നത്. അത് പൂർണ്ണമായും ഈ ബാർ ഉടമകളിൽ ഒരാളായിട്ടുള്ള അരവിന്ദൻ നിഷേധിക്കുകയാണ്. ഒരു നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശവും അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ മറ്റ് 1-2 ആളുകളെ വിളിക്കുകയും ചെയ്തപ്പോൾ അവരും അത്തരത്തിൽ തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഒരു ബാറുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആരും സമീപിച്ചിട്ടില്ല, സംസ്ഥാന കമ്മിറ്റിയിലെ ആരും അറിയിച്ചിട്ടില്ല എന്നുള്ള ഒരു മറുപടിയാണ് അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തായിരുന്നാലും ഈ പേര് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ബാറിന്റെ ഉടമകളിൽ ഒരാളാണ് ഇപ്പോൾ ഇത് നിഷേധിക്കുകയും ഒപ്പം തന്നെ ഈ ബാറിന്റെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളെ കുറിച്ച് ആലോചിക്കുന്നതിന് മറ്റ് പാർട്ണർമാരുമായി കൂടി ആലോചിക്കും എന്നുള്ള വിവരവും നൽകിയിരിക്കുന്നത്. ഈ ഓഡിയോ സന്ദേശത്തെ കുറിച്ച് പോലും വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് താൻ അറിയുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത് സ്ഥിരീകരിക്കുവാനോ ഇല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുവാനോ ഇവർ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. എന്തായിരുന്നാലും പ്രധാനമായി പേര് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സംസ്ഥാനത്തെ ഇടുക്കി ജില്ലയിലെ ഒരു ബാർ മാത്രമാണ്. അത് അണക്കരയിൽ പ്രവർത്തിക്കുന്ന സ്പൈസ് ഗ്രോ ബാറാണ്. ആ ബാറിന്റെ ഉടമകളിൽ ഒരാളാണ് നമ്മളോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തായിരുന്നാലും ഞങ്ങളാരും പണം നൽകിയിട്ടില്ല, പണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നികേഷ് കുമാർ, ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സന്ദീപ് രാജക്കാട്.